നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീൻ വറുത്തതോ കറിയോ ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായി ആരാ ഉള്ളത്? വൃത്തിയാക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം, അതുപോലെ സ്മെല്ല് കാരണം മത്സ്യം വാങ്ങാൻ പലർക്കും മടിയാണ്. എന്നാൽ നല്ല പോലെ വെട്ടി ക്ലീൻ ആക്കിയ മീൻ മാർക്കറ്റിൽ ലഭിക്കാൻ തുടങ്ങിയതോടെ ആ ബുദ്ധിമുട്ടും മാറിക്കിട്ടി. എങ്കിലും മിക്കവരും ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കി എടുക്കുന്നവരാണ്. മീൻ വാങ്ങിയിട്ട് ദിവസങ്ങൾ ആയിട്ടുണ്ടെങ്കിലും എന്നാൽ അടുക്കളയിലും വീടിനുള്ളിലും മീനിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്നെന്ന് വരാം. മീൻ വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് പോലും ഈ ഗന്ധം അത്ര ഇഷ്ടപ്പെട്ടെന്നു വരില്ല. ഈ ഗന്ധം ഒഴിവാക്കാൻ ഏറെ പണിപ്പെടുകയും ചെയ്യണം. മിക്കവർക്കും ഇത് വലിയൊരു തലവേദനയാണ്. എത്ര വൃത്തിയാക്കിയാലും മീൻ മണം അങ്ങനെ തന്നെ ഈ അടുക്കളയിലും ഒക്കെ തന്നെ തങ്ങി നിൽക്കും. ആ സമയത്ത് അതിഥികൾ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ പിന്നെ നമ്മുടെ ഫുൾ ഇമേജ് തകരുമെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നമുക്കൊരു ചമ്മൽ ഉണ്ടാകും. അടുക്കളയിൽ മീനിൻ്റെ ദുർഗന്ധം തങ്ങി നിൽക്കാതിരിക്കാൻ ചില പൊടിക്കൈകളുണ്ട്. മീൻ കറിയോ അത് വറുത്തതോ ഒക്കെ തയ്യാറാക്കുമ്പോൾ ജനലുകൾ തുറന്നിടുക എന്നതാണ് പ്രധാന കാര്യം. ഇതുവഴി അടുക്കളയിലെ മീൻ മണം ഒരു പരിധിവരെ അകറ്റാൻ കഴിയും. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിത് പിന്തുടരുന്നവരുമാകാം. അടുത്തത് വെള്ളവും വൈറ്റ് വിനാഗിരിയും ചേർത്ത് ഒരു കിടിലൻ ടിപ്പുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ വിനാഗിരി ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കണം. ഇതുവഴിയും അടുക്കളയിലെ ദുർഗന്ധത്തെ അകറ്റാൻ സാധിക്കും. ദുർഗന്ധം അകറ്റാനുള്ള മറ്റൊരു മാർഗം ബേക്കിംഗ് സോഡയാണ്. അടുക്കളയിൽ വിവിധ ഇടങ്ങളിൽ അല്പം ബേക്കിംഗ് സോഡ വിതറുക. ഇതുവഴി മീൻ മണം നമുക്ക് മാറ്റാം. കുറച്ച് സമയം കഴിഞ്ഞ് ഇത് തുടച്ചു കളഞ്ഞാൽ മതി. അതുപോലെ മീൻ വാങ്ങി ഫ്രിഡ്ജിലും മറ്റും വെക്കുന്ന സമയത്ത് വാഴയിലയിൽ ഇത് പൊതിഞ്ഞ് വെച്ചാൽ അധികം ഗന്ധം പടരാതെ തടയാനാകും. മീൻ കറി തയ്യാറാക്കുമ്പോൾ അടുക്കളയിൽ അതുപോലെ പാത്രങ്ങളിലും ഒരു ഉളുമ്പ് മണം വരാറുണ്ട്. ഉളുമ്പ് ഗന്ധം മാറിക്കിട്ടാൻ മീൻ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം നാരങ്ങാ നീരും അതുപോലെ ഉപ്പും കലക്കിയ വെള്ളത്തിൽ 3-4 മിനിറ്റ് മുക്കി വെച്ച ശേഷം കഴുകിയെടുത്താൽ മതി. മീൻ വിഭവങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കറുവാപ്പട്ട, ഗ്രാമ്പൂ തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഏതെങ്കിലും ഇട്ട് ചെറുതീയിൽ സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇവ സാവധാനത്തിൽ ചുരുങ്ങിയത് 10 മിനിറ്റെങ്കിലും എടുത്ത് തിളയ്ക്കാൻ അനുവദിക്കുക. ഇതോടെ മീനിൻ്റെ രൂക്ഷഗന്ധം അകന്ന് വീടിനുള്ളിൽ സുഗന്ധം നിറയും. ചൂടാറിയ ശേഷം ഈ വെള്ളം ഉപയോഗിച്ച് അടുക്കളയിലെ കൗണ്ടർ ടോപ്പുകൾ തുടയ്ക്കുന്നതും ഫലം ചെയ്യും. ചെറുപ്രാണികളുടെ ശല്യം അകറ്റാനും ഇത് ഗുണകരമാണ്. മീൻ വൃത്തിയാക്കിയ ശേഷം 1 മുറി നാരങ്ങ എടുത്ത് അത് സിങ്കിൽ ഉരച്ചു കൊടുക്കാം. പച്ചമീനിൻ്റെ രൂക്ഷഗന്ധം അകറ്റാൻ ഇത് സഹായിക്കും. അതുപോലെ ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയവയുടെ തൊലി പൊടിച്ച് അടുക്കള മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കണ്ടെയ്നറുകൾക്ക് മുകളിലോ സമീപത്തോ വിതറുന്നതും ദുർഗന്ധം അകറ്റാൻ സഹായകമാണ്. ഇവയുടെ തൊലികൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാലും വീടിനകത്ത് സുഗന്ധം നിറയും. രാത്രി സമയത്താണ് മീനിൻ്റെ ഗന്ധം തങ്ങി നിൽക്കുന്നതെങ്കിൽ അല്പം കാപ്പിപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒരു ബൗളിലെടുത്ത് അടുക്കളയ്ക്കുള്ളിൽ തുറന്ന നിലയിൽ വയ്ക്കാം. നേരം വെളുക്കുമ്പോഴേക്കും ദുർഗന്ധം മാറിയിരിക്കും. കഴുകിയ ശേഷം കൈകളിൽ അല്പം കാപ്പിപ്പൊടി എടുത്ത് ഉരസിയാൽ അതും ഇതിന് ഉപകാരമാണ്. മീൻ മണം മാറിക്കിട്ടും. മീൻ കറിയുടെ കൂട്ടായ കുടംപുളിയും ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അതുകൊണ്ട് കയ്യിൽ തിരുമ്മിക്കഴിഞ്ഞാലും ഇതിൻ്റെ സ്മെല്ല് പോകും. സോപ്പിട്ട് കഴുകിയ ശേഷം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചും തുടയ്ക്കാം. ഇത് ശേഷിക്കുന്ന ഗന്ധത്തെ വലിച്ചെടുക്കുകയും ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു. പുതിനയില കയ്യിലെടുത്ത് തിരുമ്മിയാലും ദുർഗന്ധം അതിവേഗം ഇല്ലാതാക്കാം. ഇത് കൂടാതെ കൈകൾ സോപ്പിട്ട് കഴുകിയ ശേഷം അല്പം ലാവെൻഡർ ഓയിൽ, ഒലീവ് ഓയിൽ, ടീ ട്രീ ഓയിൽ എന്നിവയിൽ ഏതെങ്കിലും കൈകളിൽ പുരട്ടാവുന്നതാണ്. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.